നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. തായ്വാൻ ദ്വീപിനെ വളഞ്ഞ് വമ്പൻ സൈനിക അഭ്യാസ പ്രകടനവുമായി ചൈന. ഏതു നിമിഷവും ഒരു സംഘർഷമുണ്ടാകാമെന്ന ഭീതി ലോകത്തെ വിഴുങ്ങിക്കഴിഞ്ഞു. ജസ്റ്റിസ് മിഷൻ 2025 എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കം വെറും പരിശീലനമല്ല, മറിച്ച് തായ്വാനിലെ വിഘടനവാദികൾക്കും വിദേശ ശക്തികൾക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പാണെന്ന് ചൈനീസ് സൈന്യം വ്യക്തമാക്കുകയാണ്. തായ്വാന് $11 ബില്യൺ, അതായത് ഏകദേശം 92,000 കോടി രൂപയുടെ ആയുധങ്ങൾ നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിന് തൊട്ടു പിന്നാലെയാണ് ചൈനയുടെ ഈ വമ്പൻ നീക്കം. തിങ്കളാഴ്ച രാവിലെ ചൈന തായ്വാനിനു ചുറ്റും വലിയ തോതിലുള്ള ലൈവ് ഫയർ സൈനികാഭ്യാസങ്ങൾ ആരംഭിച്ചു. യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, ബോംബറുകൾ, ആളില്ലാ ആകാശവാഹനങ്ങൾ എന്നിവയെല്ലാം വിന്യസിച്ചു. തായ്വാൻ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നവർക്കും വിദേശ ശക്തികൾക്കും ഇത് കർശന മുന്നറിയിപ്പാണെന്ന് ബീജിംഗ് വിശേഷിപ്പിക്കുന്നു. ദ്വീപ് തങ്ങളുടെ സൈന്യത്തെ അതീവ ജാഗ്രതയിലാക്കുകയും ജനാധിപത്യം സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തതോടെ തായ്വാനിലെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നവർക്കും വിദേശ ശക്തികൾക്കും ഇത് ഒരു കർശന മുന്നറിയിപ്പാണ്. തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതനുസരിച്ച് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ 89 ചൈനീസ് സൈനിക വിമാനങ്ങളും ഡ്രോണുകളും കണ്ടെത്തിയിരുന്നു. അതിൽ 67 തായ്വാന്റെ പ്രതികരണ മേഖലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് മിഷൻ 2025 എന്ന രഹസ്യനാമമുള്ള ഈ അഭ്യാസത്തിൽ തായ്വാന്റെ വടക്കും തെക്കു പടിഞ്ഞാറുമുള്ള സമുദ്ര ലക്ഷ്യങ്ങളിൽ തത്സമയ വെടിവയ്പ് പരിശീലനം ഉൾപ്പെട്ടിരുന്നു എന്ന് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി അറിയിച്ചു. ഡിസ്ട്രോയറുകൾ, ഫ്രിഗേറ്റുകൾ, വിമാനങ്ങൾ, റോക്കറ്റ് സേനകൾ എന്നിവ ഉൾപ്പെട്ട അഭ്യാസങ്ങൾ ചൊവ്വാഴ്ച വരെ തുടരുമെന്ന് PLA ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡ് പറഞ്ഞു. പ്രധാന തുറമുഖങ്ങൾ ഉപരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ള സിമുലേറ്റഡ് സ്ട്രൈക്കുകളും അഭ്യാസങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കര, നാവിക, വ്യോമസേനകളെയെല്ലാം ഏകോപിപ്പിച്ചാണ് ചൈന ഈ അഭ്യാസം നടത്തുന്നത്. ഇതിനോടൊപ്പം ചൈനയുടെ റോക്കറ്റ് ഫോഴ്സും പങ്കെടുക്കുന്നു. യഥാർത്ഥ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തായ്വാന്റെ പ്രധാന മേഖലകൾ പിടിച്ചെടുക്കുന്നതും ദ്വീപിനെ ഉപരോധിക്കുന്നതും ലക്ഷ്യമിട്ടുള്ള പരിശീലനം തന്നെയാണ് നടക്കുന്നതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. ദ്വീപിനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ നാവിക വ്യോമ ഉപരോധങ്ങൾ സൃഷ്ടിക്കാനുള്ള ശേഷിയാണ് ചൈന പരീക്ഷിക്കുന്നത്. യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, ദീർഘദൂര മിസൈലുകൾ എന്നിവയെല്ലാം വിന്യസിച്ചിട്ടുണ്ട്. തായ്വാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന വിഘടനവാദികൾക്കും പുറത്തുനിന്നുള്ള ഇടപെടലുകൾക്കും എതിരെ നിയമപരവും അനിവാര്യവുമായ നടപടിയാണ് ഇതെന്നാണ് PLA ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡ് വക്താവ് സീനിയർ കേണൽ ഷീ പറയുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ പാക്കേജുകളിലൊന്ന് തായ്വാന് നൽകിയതും ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി തായ്വാന് പിന്തുണ പ്രഖ്യാപിച്ചതും ചൈനയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ചൈനയുടെ നടപടിയെ തായ്വാൻ പ്രതിരോധ മന്ത്രാലയം രൂക്ഷമായി വിമർശിച്ചു. ഇത് പ്രകോപനപരവും മേഖലയിലെ സമാധാനം തകർക്കുന്നതുമാണെന്ന് തായ്വാൻ ആരോപിച്ചു. ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുന്നത് ഒരു പ്രകോപനമല്ലെന്നും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഉചിതമായ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ടെന്നും തായ്വാൻ വ്യക്തമാക്കി. ചൈനീസ് കപ്പലുകൾ തായ്വാൻ കടലിടുക്കിലെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നതായി കോസ്റ്റ് ഗാർഡും അറിയിച്ചു. തായ്വാനെ 2027 ആക്രമിച്ചു കീഴടക്കാനുള്ള ശേഷി കൈവരിക്കാനാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ലക്ഷ്യമിടുന്നതെന്ന് നേരത്തെ US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ്തെ രാജ്യത്തിന്റെ പ്രതിരോധം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചതും ചൈനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ദ്വീപിനു ചുറ്റും ഡസൻ കണക്കിന് ചൈനീസ് സൈനിക വിമാനങ്ങളും കപ്പലുകളും പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്ഥിരത തായ്വാന്റെ തീരത്ത് നിന്ന് 24 നോട്ടിക്കൽ മൈൽ അകലെയുള്ള സമീപ മേഖലയിൽ മനഃപൂർവ്വം കടന്നുകയറിയിട്ടുണ്ടെന്നും ഒരു മുതിർന്ന തായ്വാൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ദ്വീപിനു ചുറ്റും ചൈനീസ് വിമാനങ്ങളും കപ്പലുകളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതായും സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നമ്മുടെ സായുധ സേനയിലെ എല്ലാ അംഗങ്ങളും അതീവ ജാഗ്രത പാലിക്കുകയും പൂർണ്ണമായും ജാഗ്രത പാലിക്കുകയും ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൃത്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മന്ത്രാലയം ആവർത്തിച്ചു പറഞ്ഞു. തായ്വാൻ സർക്കാർ ഈ അഭ്യാസങ്ങളെ അപലപിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിരോധ മന്ത്രാലയം US നിർമ്മിത ഹിമാർസ് റോക്കറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. സംഘർഷമുണ്ടായാൽ ചൈനയിലെ ഫ്യുജിയാൻ പ്രവിശ്യയിലെ തീരദേശ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇവയ്ക്ക് കഴിയും. തായ്വാൻ സമുദ്രാതിർത്തിക്ക് സമീപമുള്ള ചൈനീസ് തീര സംരക്ഷണ സേനയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ വലിയ കപ്പലുകൾ അയച്ചിട്ടുണ്ടെന്നും കപ്പൽ പാതകളിലും മത്സ്യബന്ധന മേഖലകളിലും ഉണ്ടാകുന്ന തടസ്സങ്ങൾ കുറയ്ക്കുന്നതിന് സൈന്യവുമായി ഏകോപിപ്പിച്ചിട്ടുണ്ടെന്നും കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന തത്സമയ വെടിവയ്പ് പരിശീലനങ്ങൾക്കായി തായ്പേയിയുടെ വ്യോമാതിർത്തിയിൽ ചൈന ഒരു താൽക്കാലിക അപകട മേഖല നിശ്ചയിച്ചിട്ടുണ്ടെന്നും
ബദൽ വിമാനമാർഗങ്ങൾ വിലയിരുത്തി വരികയാണെന്നും തായ്വാൻ വ്യോമയാന അതോറിറ്റി അറിയിച്ചു. 2022 മുതൽ തായ്വാനു ചുറ്റും ചൈന നടത്തുന്ന 6ാമത്തെ പ്രധാന യുദ്ധപരിശീലനമാണ് ഇത്. ദ്വീപിന് $11.1 ബില്യൺ ആയുധ വിൽപ്പന അമേരിക്ക പ്രഖ്യാപിച്ച് 11 ദിവസങ്ങൾക്കു ശേഷമാണ് ഇത് വരുന്നത്. ഈ പാക്കേജിനെതിരെ ബീജിംഗ് പ്രതിഷേധം പ്രകടിപ്പിക്കുകയും പ്രതികരണമായി ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ചൈനയുടെ അഭ്യാസങ്ങൾ പതിവ് പരിശീലനത്തിനും യഥാർത്ഥ ആക്രമണം മറയ്ക്കാൻ ഉപയോഗിക്കാവുന്ന തയ്യാറെടുപ്പുകൾക്കും ഇടയിലുള്ള രേഖ കൂടുതൽ മങ്ങിക്കുന്നുണ്ടെന്നും ഇത് തായ്വാനും സഖ്യകക്ഷികൾക്കും മുന്നറിയിപ്പ് സമയം കുറയ്ക്കുന്നുണ്ടെന്നും വിശകലന വിദഗ്ധർ പറയുന്നു. വടക്കുഭാഗത്തുള്ള കീലുങ്, തെക്കുഭാഗത്തുള്ള കാവോസിയുങ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന തുറമുഖങ്ങൾ അടച്ചുപൂട്ടുന്നതിലാണ് ഈ അഭ്യാസങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ചൈനയുടെ സ്റ്റേറ്റ് മീഡിയ അറിയിച്ചു. ദ്വീപിലുടനീളം പൂട്ടിയിരിക്കുന്ന ലക്ഷ്യങ്ങളെ ചിത്രീകരിക്കുന്ന പോസ്റ്ററുകൾ PLA പുറത്തിറക്കി. നീതിയുടെ കവചങ്ങൾ മിഥ്യാധാരണകളെ തകർക്കുന്നു, നീതിയുടെ അമ്പുകൾ, നിയന്ത്രണവും നിഷേധവും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾക്കൊപ്പം നീതിയുടെ പരിചയെ തൊടുന്ന ഏതൊരു വിദേശ ഇടപെടലും നശിക്കും എന്ന് ഒരു പോസ്റ്ററിൽ എഴുതിയിരുന്നു. കവചത്തെ നേരിടുന്ന ഏതൊരു വിഘടനവാദി നീചനും നശിപ്പിക്കപ്പെടും എന്നതാണ് മറ്റൊരു പോസ്റ്റർ. തായ്വാനിൽ ചൈനീസ് ആക്രമണം ഉണ്ടായാൽ ജപ്പാനിൽ നിന്ന് സൈനിക പ്രതികരണം ആവശ്യമായി വരുമെന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചി അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് ബീജിംഗിനും ടോക്കിയോയ്ക്കുമിടയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷത്തെ തുടർന്നാണ് ഈ അഭ്യാസങ്ങൾ. ബീജിംഗ് ജപ്പാൻ അംബാസിഡറെ വിളിച്ചുവരുത്തി രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നതിനെതിരെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. തായ്വാനെ തങ്ങളുടെ പരമാധികാര പ്രദേശത്തിന്റെ ഭാഗമാണെന്ന് ചൈന അവകാശപ്പെടുന്നു. സ്വയംഭരണ ദ്വീപിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ബലപ്രയോഗം നടത്തുന്നതിനെ തള്ളിക്കളഞ്ഞിട്ടുമില്ല. ബീജിംഗിന്റെ അവകാശവാദങ്ങളെ തായ്വാൻ പക്ഷേ തള്ളിക്കളയുകയാണ്. ദ്വീപിന്റെ ഭാവി തീരുമാനിക്കാൻ തങ്ങളുടെ ജനങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് അവർ തറപ്പിച്ചു പറയുന്നു. ഏപ്രിൽ മാസത്തിനു ശേഷം തായ്വാനെ ലക്ഷ്യമാക്കി ചൈന നടത്തുന്ന ആദ്യത്തെ വലിയ സൈനിക നീക്കമാണ് ഇത്. അഭ്യാസ പ്രകടനം എത്രനാൾ നീണ്ടു നിൽക്കുമെന്ന് ചൈന വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും തായ്വാന്റെ തന്ത്രപ്രധാന മേഖലകൾക്ക് വളരെ അടുത്താണ് ഇത്തവണത്തെ സൈനിക വിന്യാസമെന്ന് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.